വന്ന് വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റേജിൽ എടുത്തിട്ടാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മുഖേഷിനെ സ്റ്റേജിൽ എടുത്തിട്ട് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. പറയൂ, എനിക്ക് ധൃതിയുണ്ട്, അതുകൊണ്ടാ പറയൂ. നോമ്പറക്കാൻ പോയ സുരേഷ് ഗോപി കഞ്ഞി നക്കി കുടിച്ചു എന്ന് പറഞ്ഞു. ഈ ഡയലോഗ് അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നിനക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ. അയ്യ, മറുപടി ഉടനെ വേണം. ഇനി വൈകിക്കണ്ട, പണി ഉടയിക്കോ. പലർക്കും ഭക്ഷണം കഴിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അത് ഓരോരുത്തരുടെ ശീലമാണ്. അതിനോട് എന്ത് പ്രസക്തി ഉണ്ട്? ഞാൻ ഈ പറഞ്ഞ ഗണേഷ് കുമാറിനോട് ചോദിക്കുകയാണ്, ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രി കറപ്ഷന് വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാർ നിങ്ങളുടെ അച്ഛനായിരുന്നു. പുണ്യം ചെയ്തൊരു അച്ഛൻ ഇവിടെ കയറി വന്ന് ന്യായം അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കരുത്. അസംബ്ലി കയറിയതുകൊണ്ട് കേരളം പഞ്ചാബാക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞ് രാജിവെച്ച് പോകേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ള ഒരു അച്ഛന്റെ മകനാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാർ. ജോലി രാജിവെച്ചെന്ന് പറഞ്ഞേക്ക്. എനിക്ക് ഉത്സവവും ഗാനമേളയുമായി യാതൊരുവിധ ബന്ധവുമില്ല. എന്റെ പൊന്ന് രാമൻ നായരെ, ഞാൻ ഇതിൽ ആളല്ല. എന്നെ എന്തിനാ വെറുതെ? ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വ്യക്തിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം, മറ്റേ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ വേറൊരു ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ, ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കിടിച്ച് ചമ്മന്തിയാക്കിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും അടി ഒരുമിച്ച് കൊണ്ടിട്ടില്ല. ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കിടിച്ച് ചമ്മന്തിയാക്കിട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിട്ടുള്ള ഗതികേട് എന്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടുണ്ട്. പരസ്യമായിട്ട് നിങ്ങൾ ഇലക്ഷന് വേണ്ടി സംസാരിക്കാൻ വരുന്ന സമയത്ത് പേഴ്സണൽ ഹത്യകൾ ചെയ്യരുത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.